ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കി പാർട്ട് 3 ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് വീഡിയോസ് കുറേ ഉണ്ടായപ്പോൾ അതങ്ങനെ അപ്ലോഡ് ചെയ്താണ് കേട്ടോ, എല്ലാവർക്കും കാണുകയും ചെയ്യാമല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഹനൂസിൻ്റെ മിന്നൂസിനൊക്കെ കളിയൊക്കെ കഴിഞ്ഞ് കുറേ ടൈമായി. അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ തൊട്ടടുത്തൊരു ചെറിയ കായലുണ്ട്, ആ കായലിൽ വന്നിട്ട് എന്താ പറയുക, അവിടുന്ന് മക്കളെ കുളിപ്പിക്കണം കേട്ടോ. ഡ്രസ്സിലും മേത്തും തലയിലൊക്കെ ആകെ മണലേനു കേട്ടോ. അപ്പോൾ ഒരു കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് തെളിവെള്ളം എടുത്തിട്ട് അങ്ങനെ കഴുകി വൃത്തിയാക്കി കേട്ടോ. എന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. പോവാ ഓക്കെ ഓക്കെ. ഡ്രൈവർ ഉറങ്ങുക. ആ പോട്ടെ ബിബി. ഓടിക്കൂടി ഞങ്ങൾ കയറിയേക്കണേ. ഓടാടി ഓട്ട അറിയില്ല. ഇറങ്ങ്. ആ ശരി, ചാവില്ലാത്ത ഓട്ടോറിക്ഷ. ഇല എടുക്കേനു എനിക്ക് മടമ്പും വെക്കാൻ. എന്തെങ്കിലും വെച്ചിരുന്നു ഒന്ന് പോയി. ഇതല്ലേ ഈ സാധനം ഒന്ന്. അങ്ങനെ നമ്മൾ അവിടുന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ പോന്നപ്പോഴും കുഞ്ഞോൻ്റെ കൂട്ടുകാർ നമുക്ക് പണിക്കോണം, പിന്നെ പെട്ടിയൊക്കെ വണ്ടിയിൽ കയറ്റണമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വന്നപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ പോകുന്നു കേട്ടോ അവിടുന്ന്. പിന്നെ ഞങ്ങൾ റോട്ടിലേക്ക് കയറിയപ്പോൾ ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ, ഭയങ്കര ബ്ലോക്ക്. ഇടയിൽ റിസൾട്ടിങ് ഐസ്ക്രീമോ അങ്ങനെ ഐസ്ക്രീം കുറച്ചങ്ങോട്ട് എത്തിയിട്ട് വാങ്ങിത്തരാൻ പറഞ്ഞു. ഇത്തിരി ചായ കടം കൊടുക്കാതെ ഉദ്ദേശിച്ചിട്ട് അങ്ങനെ വാങ്ങിത്തരാൻ റോട്ടിലാണ് ഭയങ്കര ബ്ലോക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു തിരിച്ച് പോരുമ്പോഴാണ് കേട്ടോ, ഞങ്ങളൊരു 5 മണിക്കാണ് ഞങ്ങളൊരു തിരിച്ചു കേട്ടോ. അപ്പോൾ 5-5:30 മണിക്ക് പോയിക്കണമുണ്ട്. അപ്പോഴാണ് എല്ലാവരും ഒരുപാട് പേര് അങ്ങോട്ട് പോകുന്നത് കേട്ടോ, ബീച്ചിൽ. കാരണം ഇങ്ങനെ ഒരു അസ്തമാന ടൈമിലൊക്കെ രസമല്ലേ. ഞങ്ങൾ പൊതുവേ ടൈമിലാണ് എല്ലായിടത്തേക്കും കാര്യമായിട്ട് ഞങ്ങളങ്ങനെ ബീച്ചിലേക്ക് ഞങ്ങൾ ആ ടൈമിലൊക്കെ പോക്കുക. പക്ഷേ ഇപ്രാവശ്യം നേരത്തെ പോയിട്ട് കുറേ ടൈം ഇരിക്കാൻ വേണ്ടി. പിന്നെ ഒരു 5 മണിയായപ്പോൾ തിരിച്ചു പോകണം കേട്ടോ, നേരത്തെ വീട്ടിലെത്താനുള്ളതിൽ. പിന്നെ എന്താ പറയുക, പിന്നെ കുറച്ചിട്ട് പോരുമ്പോൾ അവിടെ ഒരു എക്സ്പോ ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ പോരുമ്പോൾ. അപ്പോൾ അവിടെ കയറണം എന്നൊക്കെ വിചാരിച്ച്. പിന്നെ കുറച്ച് മുന്നേ നമ്മൾ കോട്ടയ്ക്ക് എക്സ്പോ കയറിയതില്ല. അപ്പോൾ അത്രയ്ക്കൊന്നും കാണാനൊന്നുമില്ല കേട്ടോ, അവിടെ മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ കയറിയില്ല കേട്ടോ. പിന്നെ ഒരാൾക്ക് 100 രൂപ ടിക്കറ്റൊക്കെ ഉണ്ട് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഏതായാലും 4 ആൾക്ക് എടുക്കണ്ടേ. അപ്പോൾ വെറുതെ ഞാൻ പറഞ്ഞു കയറണം, നമ്മൾ കുറച്ച് മുന്നേ കയറിയതല്ലേ. അങ്ങനെ പോന്നപ്പോഴാണ് അവിടെ എന്താണ് കായലിൻ്റെ മേലൊക്കെ എന്താ പറയുക പാലം. ആ പാലത്തിൻ്റെ അവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ കാണുന്നുണ്ട്. ആ ഭാഗത്താണ് ബോട്ടൊക്കെ കയറിയിട്ട് 3-4 ബോട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ ബോട്ട് പറഞ്ഞ് കയറാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് ആളായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഒരു ബോട്ട് വെറുതെ ഒറ്റ ബോട്ടിൽ ആളായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അവിടെ ഒരാൾക്ക് 100 രൂപ തോണ്ട് ടിക്കറ്റ്. പക്ഷേ എനിക്ക് ബോട്ടിൽ കയറാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. നമ്മൾ ഈ ബോട്ട് പറഞ്ഞൊക്കെ വലിയ അപകടങ്ങളുണ്ടായല്ലോ, അതിന് ശേഷമൊക്കെ ഭയങ്കര പേടി. ഞാൻ അൽ ഫാറൂഖിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ കുട്ടികളെ കൂടെ SLC കുട്ടികളെ കൂടെ ഒക്കെ ടൂറായപ്പോൾ ഞാൻ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ടീച്ചർമാരെ കൂടെ ടീച്ചേഴ്സൊക്കെ പോകേണ്ട ആ ഒരു ഇതിൽ ഞാൻ അന്ന് നമുക്ക് ടീച്ചർമാർക്ക് പൈസ ഒന്നും വേണ്ടല്ലോ. അപ്പോൾ ഞാനങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ എവിടെ ഇപ്പോൾ കോഴിക്കോടാതുകൊണ്ട് ഞാനങ്ങനെ ബോട്ടിൽ കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അന്ന് ഞാൻ ബോട്ടിന് മേലെ കയറിയിട്ട് ഡോൾഫിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നൊന്നും അത്ര ഇതുണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം ബോട്ട് മറിഞ്ഞിട്ട് കുറേ അപകടങ്ങളും മരണങ്ങളൊക്കെ സംഭവിച്ചല്ലോ. ഏതൊരു പെരുന്നാക്കാണല്ലോ അപ്പോൾ നമ്മളെ പൊന്നാനി എവിടെയായിട്ട് ബോട്ട് മറിഞ്ഞിട്ട് ഒരു കുടുംബത്തിലെ കുറേ ആൾക്കാർ മരിച്ചൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ ബോട്ടിലും കയറിയില്ല കേട്ടോ. മിന്നും ഇങ്ങനെ പറയുന്നുണ്ട് ബോട്ട് കയറാമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട. അപ്പോൾ കുഞ്ഞാൻ ചോദിച്ചു ബോട്ട് കയറണം, അപ്പോൾ ഞാൻ വേണ്ട അറിഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ആ പാലത്തിൻ്റെ അവിടെ കുഞ്ഞാൻ പറഞ്ഞ് കുറച്ച് നേരം കണ്ടിട്ട് നമുക്ക് കയറാം, കാരണം പോലീസുകാർ കണ്ട ഫൈൻ അടക്കും കേട്ടോ. അവിടെ വണ്ടി ഇടാൻ പാടില്ല. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ടൈം അവിടെ കയറി നിന്നിട്ട് കുറേ കട കണ്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അതിൽ രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താ അവിടെ നിന്നിട്ട് നോക്കുക, നമുക്ക് ബോട്ട് കായലിലൂടെ ഇങ്ങനെ പോണത്, സഞ്ചാരികൾ പോണത് നമുക്ക് ശരിക്കും പോലെ അങ്ങനെ കാണട്ടെ. അവിടെയൊക്കെ നിന്നിട്ട് നോക്കുമ്പോൾ എന്താ പറയുക, നമുക്കൊരു പേടിയാണ് കേട്ടോ. പെട്ടെന്ന് അവിടെ മറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാനൊക്കെ നമുക്ക് മനസ്സിൽ അങ്ങനെ ഒരു പേടിയൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ തീരെയും കയറില്ല കേട്ടോ. അപ്പോൾ ബോട്ടിൽ കയറാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഭയങ്കര പേടിയാണ്. ഇപ്പോൾ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ വെച്ചിട്ട്. ആൾക്കാർ പോയിട്ടില്ല, ബോട്ടിന് അങ്ങനെയാണല്ലേ.
പോയി മറിഞ്ഞു നോക്കണം അതിൻ്റെ വീരരാണ്. അവിടെ പോയിട്ടൊക്കെ മറിഞ്ഞു നോക്കണം അതിൻ്റെ വീരരാണെങ്കിൽ. പിന്നെ നമ്മളവിടുന്നിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. കുറേ ചെക്കന്മാരും ഒക്കെ ഉണ്ട് കേട്ടോ. കമ്പനി പിടിക്കാണ്ട് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ചെക്കന് നമ്മളെ നെറ്റിൻ്റെ പോലത്തെ കുപ്പായിട്ടിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതിന് ഇങ്ങനെ ഒരു പറയട്ടല്ല മോഡലെന്നൊക്കെ പറയട്ടെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നപ്പോഴാണ് ബൈക്കിൽ വരുന്ന ചെക്കന്മാർ പോലീസുകാർ വരുന്നുണ്ട് ഇറങ്ങിക്കാണ്ട് എല്ലാവരോടും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിലവർക്കൊരു കൂസലും ഇല്ല കേട്ടോ. ചെക്കന്മാരൊക്കെ അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. ഞങ്ങൾ പിന്നെ അത് കേട്ടങ്ങനെ വേഗം കയറിക്കാണ്ട് ഞങ്ങൾ വേഗം പോന്നു കേട്ടോ. അപ്പോൾ ശരി തന്നെയാണ്. ഞങ്ങൾ കുറച്ചിട്ട് പോകുന്നപ്പോൾ പോലീസുകാരുണ്ട് കേട്ടോ അങ്ങോട്ട് പോകണം. അപ്പോൾ ഒരു ആരും അപ്പോൾ പിടിക്കണില്ല. അവരിങ്ങനെ ഫോട്ടോ എടുത്തിട്ടോ അങ്ങനെയോ കണ്ടു വെച്ചിട്ട് പിന്നെ പിടിക്കലാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പോന്നപ്പോൾ കായലിൻ്റെ വീഡിയോസ് അങ്ങനെ എടുത്താണ് കേട്ടോ. കുറേ ആൾക്കാരുണ്ട് കായലിൻ്റെ അരിക്കൊക്കെ ഇങ്ങനെ നിന്നിട്ടും കണ്ടിട്ട്. എത്ര ഒരു പേരാ അറിയോ. പെരുന്നാളായിട്ട് ഒരുപാട് ജനങ്ങളുണ്ട് കേട്ടോ. നമ്മളെ ബീച്ചിലും അതുപോലെ തന്നെ ജനങ്ങൾ ഒരു റോഡൊക്കെ ആകെ ബ്ലോക്കായി. ഞങ്ങളങ്ങനെ ബ്ലോക്കായി നമ്മൾ നമ്മൾ പൊന്നാനി ജയിലുണ്ടല്ലോ, ആ ജയിലിൻ്റെ അതിൽക്കൂടെയാണ് പോവുക. അപ്പോൾ അങ്ങനെ പോന്നപ്പോൾ അവിടെ അടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട് കേട്ടോ. നിസ്കരിക്കാനൊക്കെ മൂത്രമൊഴിക്കാനൊക്കെ സൗകര്യമുള്ള. അപ്പോൾ ഏതായാലും അവിടെ കയറി മൂത്രമൊക്കെ ഒഴിച്ച് ഞാൻ ഫാൻ്റെ ഇതൊക്കെ അത്യാവശ്യം കാൽമൊക്കെ മണലും ഇതൊക്കെ ഉണ്ടൊക്കെ കഴുകി വൃത്തിയാക്കി അസറ് പിന്നെ അവിടെ നിസ്കരിച്ചു കേട്ടോ. അത് പിന്നെ ഒരു റാഹത്തായിട്ടോ. അങ്ങനെ പിന്നെ എന്തെങ്കിലും പോരുകയാണ്. അപ്പോൾ കായലിൻ്റെ അടുത്ത് കൂടി ഇങ്ങനെ പോന്നപ്പോൾ അങ്ങനെ കുറച്ച് വീഡിയോസ് ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. രസമല്ലേ വിചാരിച്ചിട്ട്. കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ഇതുണ്ടാണില്ല. എന്ത് രസമാണ് കാണാനറിയാം. ഇത് നമ്മളെ എന്താ പറയുക, പിന്നെ പാലം കഴിഞ്ഞ് കുറച്ചിങ്ങോട്ട് എത്തുമ്പോഴാണ് ഈ ഭാഗത്തൊക്കെയാണ് കേട്ടോ. ബോട്ടിൽ എന്താ പറയുക ആൾക്കാർ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് നിന്നാണ് തോണ്ട് കയറൽ. കാരണം കായലൊക്കെ ഇങ്ങനെ ഒരു പാലം പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ആ ഭാഗത്തൊക്കെ നമുക്ക് ചെന്നിട്ട് കാണുകയൊക്കെ ചെയ്യട്ടോ. പിന്നെ എന്താ പറയുക, ഞങ്ങളതിനൊന്നും നിന്നില്ല കേട്ടോ. അവിടുന്ന് ഇങ്ങനെ അതതുപോലെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ അതിങ്ങനെ നേരിട്ട് കയറി അങ്ങോട്ട് അതോട് ബോട്ടിൽ കയറൽ. അപ്പോൾ കുറേ ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതിലൊന്നും ആളൊന്നുമില്ല. ഒന്നിൽ കുറച്ച് തോനെ ആളുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെയാണ്. ഇവിടുന്ന് ബോട്ട് കയറിയാൽ നമ്മളെ നേരത്തെ പാലം കണ്ട ആ ഭാഗത്ത് അങ്ങനെ കൈക്കൂടൊക്കെ ഇങ്ങനെ കാണാം. കുറേ സ്ഥലം കറങ്ങാണ്ട് കേട്ടോ. പിന്നെന്താ, ഇവിടെയൊക്കെ ജനങ്ങളിങ്ങനെ കാണാനും ഇതിനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന് ഐസ്ക്രീം മറ്റുള്ള കാര്യങ്ങളൊക്കെ തിന്നാനും ഒക്കെ ആയിട്ട് ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ് എക്സ്പോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്താകുമ്പോൾ ജനങ്ങൾ കയറില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നാലും അധികം ആളൊന്നുമില്ല എക്സ്പോൻ്റെ അവിടെ. അപ്പോൾ ഇതാ കുറേ ആൾക്കാർ ഇവിടെ ഇങ്ങനെ ഇരിക്കണമൊക്കെ ഉണ്ട്. ഇരിക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കുറച്ച് നേരം ഇരുന്ന് ബോട്ടിലൊക്കെ പോകുന്നത് അവിടെയൊക്കെ നമുക്കിങ്ങനെ ബോട്ടിൽ കയറി ജനങ്ങൾ യാത്ര ചെയ്യുന്നത് നമുക്കിങ്ങനെ അവിടെ ഇരുന്ന് കാണാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ആ കായലിൽ ഞങ്ങളൊരു സ്ഥലത്ത് കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ ഒരു ദ്വീപ് പോലെ കണ്ടു കേട്ടോ. കുറച്ച് സ്ഥലം ഇങ്ങനെ പച്ചപ്പൊക്കെ ഉള്ള സ്ഥലം അതിൻ്റെ സെൻറ്ററിലായിട്ട് കേട്ടോ. പിന്നെ അതാ ഒരുപാട് പേരുണ്ട് കേട്ടോ. ജനങ്ങളാണ്. റോഡിൻ്റെ രണ്ട് സൈഡിൽ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അത്രയ്ക്ക് ജനങ്ങളായിരുന്നു പെരുന്നാളായിട്ട് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ഇരിക്കാൻ അങ്ങനെ രസമാണ് ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് നേരം ഇറങ്ങി അവിടെയൊക്കെ കണ്ടു കേട്ടോ. പിന്നെന്താ, ബോട്ട് കയറാനുള്ള ആൾക്കാർ ഈ ഭാഗത്തൊക്കെയാണ് കേട്ടോ അധികം നിൽക്കുന്നത്. പിന്നെ കുറേ ഭാഗങ്ങൾ നല്ല തണുത്ത കാറ്റ് കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയുള്ള ഇസ്ലാമിൽ